ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ടെൻഷനോടെ നടക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ അരികിലേക്ക് കൈമള വരികയാണ്. എന്താ രാജലക്ഷ്മി, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പൂജകൾ നടത്തി, എന്നിട്ടും മീനാക്ഷിയുടെ പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ശമനവും ഇല്ലല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. എൻ്റെ രാജലക്ഷ്മി, എല്ലാത്തിനും കാരണക്കാരി ആ മൈഥിലിയാണ്. മൈഥിലി എന്നീ കുടുംബത്തിൽ നിന്ന് പോകുന്നു, അന്ന് മാത്രമേ നമ്മുടെ മീനാക്ഷി കൊച്ചിന് സമാധാനം കിട്ടുമെന്ന് കൈമള് പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് രാജലക്ഷ്മി അമ്മയും. അതേസമയം അവർക്ക് രണ്ടുപേർക്കുമുള്ള മരുന്നായിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. രണ്ടുപേരും കൂടി കാര്യമായ എന്തോ ചർച്ചയിലാണല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ ഞങ്ങള് മീനാക്ഷിയുടെ കാര്യം പറയുകയായിരുന്നെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അതമ്മേ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആ ഉടവാള് ഒരു പൂജയും ചെയ്യാതെയല്ലേ നമ്മൾ മീനാക്ഷിക്ക് കൈമാറിയത്. കാരണവ പ്രീതിയുടെ പൂജയും നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആ പൂജയും ഉടവാളിന്റെ പൂജയും കൂടി ഒരുമിച്ച് നടത്തിയിട്ട് ആ ഉടവാളിന്റെ പൂർണ്ണാധികാരവും ഇവിടുത്തെ മരുമകളായി മീനാക്ഷിക്ക് കൊടുക്കണം. അതോടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് നന്ദിനി പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് രാജലക്ഷ്മി അമ്മയും കൈമളും. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതി. എന്താണെങ്കിലും ഞാൻ ഇതിനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട അധികാരമാണത്. ഞാൻ എങ്ങനെയെങ്കിലും ഇത് മുടക്കിയിരിക്കുമെന്ന് പറഞ്ഞ് മാലതി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ അടുത്തേക്ക് കാർത്തി വരികയാണ്. എന്താ മീനാക്ഷി, നിനക്ക് എന്ത് പറ്റിയെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നിങ്ങൾക്കെന്താ ഒന്നും അറിയില്ലേ? ആ മൈഥിലി എന്തൊക്കെ കുറ്റം ചെയ്താലും നിങ്ങളെന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? മീനാക്ഷി വൈകുമോളെ പ്രസവിച്ചതല്ലേ മീനാക്ഷി മൈഥിലി. അവൾ എന്താണെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെന്നും കാർത്തി പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്നും പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കാമുകന്റെ കൂടെ പോയവളാ ആ മൈഥിലി. നിങ്ങൾക്കെന്താ അതൊന്നും ഓർമ്മയില്ലേ? വന്ന് വന്ന് എനിക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീനാക്ഷി മുകളിലേക്ക് പോകുന്നു. രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ്. മീനാക്ഷി എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് നന്ദിനിയോട് പറയുകയാണ് ജയറാമൻ. നമുക്ക് നേരിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടില്ലേ എന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ നന്ദിനി പറയുകയാണ്, പക്ഷേ കാർത്തി പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്താല് കുഞ്ഞിന്റെ കസ്റ്റഡി ചിലപ്പോൾ മൈഥിലിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഈ വീട്ടിലുള്ളവരൊക്കെ എന്താ മണ്ടന്മാരാണോ എന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ കാർത്തിയല്ലേ, ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നും നന്ദിനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുകളിൽ വന്ന് നിൽക്കുന്ന മീനാക്ഷിയാണ്. തുടർന്ന് കാർത്തി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, പ്രണയ ദമ്പതികൾ തമ്മിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ 5 മിനിറ്റിൽ കൂടുതലായിട്ട് ഒരു പിണക്കവും നീണ്ടു പോകാറില്ല. ഈഗോ ഇല്ലാത്തയാളെ പെട്ടെന്ന് തന്നെ പ്രശ്നമെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ കൂട്ടത്തിൽ എനിക്ക് ഈഗോ കുറവാ, അതുകൊണ്ട് ഞാൻ തന്നെ പ്രശ്നം പരിഹരിച്ചേക്കാം. ഇതൊക്കെ കേൾക്കുന്ന മീനാക്ഷി ചിരിച്ചുകൊണ്ട് കാർത്തിയെ നോക്കുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജയറാമനും നന്ദിനിയും. അവര് കാർത്തിയുടെയും മീനാക്ഷിയുടെയും അടുത്തേക്ക് ചെല്ലുന്നു. അല്ല, ചാറ്റൽ മഴ കഴിഞ്ഞോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ സംശയത്തോടെ രണ്ടുപേരും നന്ദിനിയെ നോക്കുന്നു. ഇത് കാണുന്ന ജയറാമൻ പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമേ ചാറ്റൽ മഴയുടെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നാ നന്ദിനി ചോദിച്ചത്. ഇത് കേൾക്കുന്ന രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. വായേട്ടാ, നമുക്ക് പോകാമെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനി ചോദിക്കുകയാണ്, എന്താ വിളിച്ചത്, ഏട്ടാന്നോ? ഇത് കേൾക്കുന്ന മീനാക്ഷി നാണത്തോടെ തലകുനിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരെയും കളിയാക്കി മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ജയറാമനും നന്ദിനിയും. അങ്ങനെ അവർ പോയതിനു ശേഷം ജയറാമൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിനി കാര്യം തിരക്കുകയാണ്. അല്ല, ഞാൻ മാധുരിയുടെ കാര്യം ഒന്ന് ആലോചിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയായിരുന്നെങ്കിൽ 1 മാസത്തോളമൊക്കെ പ്രശ്നം നീണ്ടുപോകുമായിരുന്നു. ജയേട്ടാ, മാധുരിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങളും ആലോചിക്കാൻ കാണുമല്ലോ, അതിനെപ്പറ്റി ഓർത്താൽ മതിയെന്ന് പറഞ്ഞ് നന്ദിനി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയെയും മീനാക്ഷിയുമാണ്. ഷേ, അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ സൂപ്പറായിട്ട് ചമ്മിയെന്ന് മീനാക്ഷി പറയുന്നു. എൻ്റെ മീനാക്ഷി, നീ അതിന് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവരായിരിക്കും ഇപ്പോൾ നമ്മുടെ സ്നേഹം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നൊക്കെ കാർത്തി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. അതേസമയം നന്ദിനി അവരുടെ മുറിയിലേക്ക് വരുന്നു. അത് പിന്നെ മക്കളെ, നാളെ ഇവിടെ ഒരു പൂജയുണ്ട്. പൂജ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതല്ലേ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഇത് കാർണവ പ്രീതിക്കായിട്ട് നടത്തുന്നതാണെന്നും അതുകൊണ്ട് രണ്ടാളും രാവിലെ മുതൽ ഇവിടെ കാണണം. നാളെ ഈ തറവാടിന്റെ മുഴുവൻ അധികാരങ്ങളും മീനാക്ഷിക്ക് കൈമാറുന്ന ദിവസമാണെന്നും നന്ദിനി പറയുമ്പോൾ സന്തോഷത്തോടെ നന്ദിനി നോക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.